നമസ്കാരം. ഇനി മുതൽ ക്ഷേമ പെൻഷനും അങ്ങനെ ഗോവിന്ദ എന്താണെന്നല്ലേ? പൂക്കി സർക്കാരിന്റെ പുതിയ തീരുമാനം വന്നിട്ടുണ്ട്. ആർക്കാണ് നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്? ഈ നാട്ടിലെ വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മുകളിൽ പ്രായമായവർ, നമ്മുടെ നാട്ടിലെ വിശ്രമ ജീവിതത്തിൽ കഴിയുന്ന മനുഷ്യർ, ചിലർ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാകാം. എന്നിരുന്നാലും ആ വയോജനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം സർക്കാർ കൊണ്ടുവന്ന മാറ്റമാണ് ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ ആ പരിപാടിയില്ല. ക്ഷേമ പെൻഷൻ വേണോ? നിങ്ങൾ ബാങ്കുകളിൽ വന്ന് ക്യൂ നിന്നോളണം. ബാങ്ക് അക്കൗണ്ടുകൾ വഴി പഴയതുപോലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തിനായിരിക്കും ബാങ്ക് അക്കൗണ്ടുകൾ വഴി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. നിങ്ങൾക്ക് ഗ്യാസ് വഴി സബ്സിഡി കിട്ടിയിരുന്ന ഓർമ്മയുണ്ടോ? നേരത്തെ നിങ്ങൾക്കത് വില കുറച്ച് തന്നെ വീട്ടിലെത്തിച്ചു തരുമായിരുന്നു. പ്രത്യേകിച്ച് സബ്സിഡി ഇല്ല. പക്ഷെ നിങ്ങൾ വില ഒരുമിച്ച് തരൂ, ബാക്കി സബ്സിഡി ബാങ്ക് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സബ്സിഡി ഉണ്ട്, സബ്സിഡി ഇല്ല, ഒരു മാങ്ങാത്തൊലി ഇല്ല. നിങ്ങൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്കുകാർ കൈമലർത്തുന്നതോടുകൂടി നിങ്ങൾക്ക് പിന്നെ ആരോടും ചോദിക്കാനില്ല. അതുപോലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരും. എപ്പോൾ വരും? അത് ആദ്യത്തെ കാലഘട്ടത്തിലെല്ലാം നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് ആദ്യം അങ്ങ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും എന്നൊരു തോന്നൽ വരിക. പിന്നീട് അത് കിട്ടാതെ വൈകുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് പെൻഷൻ തന്നുകൊണ്ടിരുന്നവരടുത്ത് ചോദിക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള പാർട്ടിക്കാരോട് ചോദിക്കാമായിരുന്നു. ഇനി അതൊന്നുമില്ല. നിങ്ങളുടെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കുമായിട്ടാണ്. ബാങ്കിലേക്ക് ചെല്ലുക, പെൻഷൻ വന്നില്ല, ബാങ്കിലൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അങ്ങനെ കുറേ ദിവസം കയറി ഇറങ്ങി കിട്ടാതാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മടുത്ത് പണ്ടാരം വേണ്ട എന്നുള്ള മനോഭാവത്തിലേക്ക് എത്തും. കാര്യം അത്രമാത്രം ഈ 2500 രൂപ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ തന്നെ ബാങ്ക് വരെ പണം ചെലവാക്കി പലതവണ പോകുമ്പോൾ അതിനേക്കാൾ ഇരട്ടി പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് തീരും. അപ്പോൾ എന്ത് ചെയ്യും? കയ്യിലുള്ള പൈസ തീരുകയും ചെയ്തു, കിട്ടാനുള്ളതൊട്ട് കിട്ടിയതുമില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോൾ പിന്നെ ഇതെന്താണ്? വേണ്ട, പുല്ല് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ സ്വയം മാറും. ഇങ്ങനെയാണ് ഈ ഗ്യാസിന്റെ ബാങ്ക് സബ്സിഡിയും ഇല്ലാതാക്കി കളഞ്ഞത്. അതുപോലെ മേനോൻ സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സാധാരണക്കാരന്റെ പ്രശ്നം എന്തുകൊണ്ട് ഇത്രയും കാലം ഈ പെൻഷനുകൾ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ പാവപ്പെട്ടവന്റെ വീട്ടിലെ പ്രശ്നം, സാധാരണക്കാരന്റെ പ്രശ്നം അതറിയണമെന്നുണ്ടെങ്കിൽ അത് ആർക്കേ അറിയൂ? ആ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ച് വളർന്ന് പ്രവർത്തിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഈ തറവാടുകളിലൊക്കെ ജനിച്ചവർക്ക് എന്തോന്ന് താഴേക്കിടയിലുള്ള കൂലി തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അവനെന്ത് വന്ന് വാങ്ങിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അവ ആര് തമ്പ്രാൻ അവൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ എന്നൊരു മനോഭാവം നമ്മുടെ മാടമ്പികളുടെ ഉള്ളിലേക്കുണ്ട്. ആ ഉള്ളിലുള്ള നമ്മുടെ മേനോന്മാർക്കും നായന്മാർക്കൊക്കെ ഒരു ചിന്തയേ ഉള്ളൂ, വേണമെങ്കിൽ എന്ത് ചെയ്യും, നിന്റെയൊക്കെ ഔദാര്യങ്ങൾ ഇതോ അവിടെ ബാങ്കിലുണ്ട്, പോയി വാങ്ങിച്ചോ, അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് തരാൻ നീ ഒന്നും രാജാവൊന്നും അല്ല. ഈ മനോഭാവത്തിലേക്ക് എത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കൊടും ക്രൂരത പാവപ്പെട്ടവരോട് ചെയ്യുന്നത്. കാലുവയ്യാത്തവർ, അവശനിലയിലായവർക്കൊക്കെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വയനാട് വീട് കൊടുത്തിപ്പോൾ അവിടെ ആൾക്കാർ താമസമായല്ലോ. 2 വർഷം മുന്നേ കല്ലിട്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രളയത്തിലുള്ളവർക്കെല്ലാം വാരിക്കോരി വാഗ്ദാനങ്ങൾ അങ്ങ് കൊടുക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം? ഉള്ളാലെ ഒരു വലിയ സന്തോഷം അങ്ങ് കൊടുക്കണം. പിന്നീട് അതുവഴി പോയി തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പിന്നെ ആര് ചോദിക്കാൻ? എന്നെ അതിന് ചോദിക്കാൻ കിട്ടണ്ടേ? പിന്നെ കുറച്ച് മാപ്രകളോ കുറച്ച് ഓൺലൈൻകാരന്മാരോ അവിടെ കിടന്ന് ഇവരുടെ ഭാഷയിൽ പറയാ, കരയുന്നെങ്കിൽ കരയട്ടെ, 5 വർഷത്തേക്ക് നമ്മളെ ഇനി ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് ക്ഷേമ പെൻഷൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ കൈകളിലേക്ക് എത്തിയിരുന്ന ആ പെൻഷനുകൾ വീണ്ടും പാസ്ബുക്കുമായി ബാങ്കുകളിൽ പോയി കാത്തുനിന്ന് ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് ഇനി എടുത്താൽ മതി എന്നുള്ള നിലയ്ക്ക് നോട്ട് നിരോധനം കൊണ്ടുവന്ന് എന്താണോ സതീശന്റെ സൂപ്പർ ഹീറോ ആയിട്ടുള്ള വിശ്വഗുരുജി ചെയ്തിട്ടുള്ളത്, അതേപോലെ വീണ്ടും ഈ പാവപ്പെട്ടവരെ ക്ഷേമ പെൻഷന്റെ പേരിൽ ബാങ്കുകളിലേക്ക് ക്യൂ നിൽക്കാനായിട്ട് തള്ളിവിടുകയാണ്. അത് കുറേ ദിവസമാകുമ്പോൾ പതിയെ ബുദ്ധിമുട്ടിച്ച് ആ പരിപാടി അങ്ങ് ഇല്ലാതാക്കാമെന്നുള്ള തന്ത്രത്തിന്റെ ആദ്യ പടിയായിട്ട് വേണം ഇതിനെ കാണാൻ.